എടാ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്ര വേഗത്തിൽ മുന്നേറാൻ കഴിയാത്തത് എന്ന്. പുറമെയുള്ള തടസ്സങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലെ ചില സ്വഭാവങ്ങൾ തന്നെയാകാം നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഇതിനെയാണ് സൈക്കോളജിയിൽ ഷാഡോ സെൽഫ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ടാറോ കാർഡുകളിലൂടെയും സൈക്കോളജിക്കൽ വശങ്ങളിലൂടെയും നിങ്ങളുടെ പുരോഗതിയെ തടയുന്ന ആ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ 3 ഗ്രൂപ്പുകളുണ്ട്. കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ആ ഒരു കാർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രൂപ്പ് 1. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് കല്ല് തിരഞ്ഞെടുത്തവർ. നിങ്ങൾക്കായി വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് 8 ഓഫ് സോർഡ്സ്. ഇത് കേട്ട് പേടിക്കാനൊന്നുമില്ലാട്ടോ. ഇതിലൂടെ നമ്മുടെ മനസ്സിനെക്കുറിച്ച് വലിയൊരു രഹസ്യമാണ് പുറത്തുവരുന്നത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, അത് ജോലിയാകട്ടെ, പ്രണയമാകട്ടെ, ഫാമിലിയാകട്ടെ, എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്ന് നമുക്കൊരു നിർബന്ധമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നിന്നൊരു ചെറിയ മാറ്റം വന്നാൽ പോലും നമുക്കാകെ ടെൻഷനാകും. ഇനി എന്ത് സംഭവിക്കും എന്ന ആ ഒരു പേടിയാണ് ഇതിന്റെ മെയിൻ വില്ലൻ. ഇതിനെയാണ് സൈക്കോളജിയിൽ ഫിയർ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഈ കാർഡ് പറയുന്നത്, നിങ്ങളൊരു ഇരുമ്പ് കൂട്ടിൽ അകപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പൂടിന്റെ വാതിൽ സത്യത്തിൽ തുറന്നു തന്നെയാണ് കിടക്കുന്നതെന്നാണ്. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന നിങ്ങളുടെ ചിന്ത നിങ്ങളെ അവിടെ തളച്ചിട്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ പുതിയ അവസരങ്ങളിലേക്ക് ചാടിയിറങ്ങാൻ മടിക്കുന്നു. എടാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യാതെ സംഭവിക്കുന്നവയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മൈക്രോ മാനേജ് ചെയ്യാൻ നിൽക്കാതെ കുറച്ചൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക. ലെറ്റ് ഇറ്റ് ബി എന്ന മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ഇന്നൊരു കാര്യം നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ സാരമില്ല, അതിനും ഒരു കാരണമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. ആ മുറുക്കിപ്പിടുത്തം ഒന്ന് അയച്ചു നോക്കൂ. അപ്പോൾ കാണാം ജീവിതം എത്രത്തോളം റിലാക്സ്ഡ് ആണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം, ആ മനോഹരമായ തൂവൽ തിരഞ്ഞെടുത്തവർ. നിങ്ങളുടെ ഉള്ളിലെ ആ നിഴൽ വശം എന്താണെന്ന് കാർഡുകൾ പറഞ്ഞു തരുന്നത് നോക്കാം. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് ആണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പാവൻ തൂവല് പോലെയാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുന്ന ഒരാൾ. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഞാനിത് ചെയ്താൽ അവൾക്ക് വിഷമമാകുമോ, ഞാനിങ്ങനെ പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്തു വിചാരിക്കും, ഈ ചിന്തകൾ കാരണം സ്വന്തം ആഗ്രഹങ്ങൾ നിങ്ങൾ കുഴിച്ചുമൂടുകയാണ്. സൈക്കോളജിയിൽ ഇതിനെ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് വിളിക്കും. അതായത് മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന പേടി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഓർക്കുക, എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിന് ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടാകാം, വലിയ കഴിവുകളുണ്ടാകാം. പക്ഷെ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് പേടിച്ച് നിങ്ങളത് പുറത്തെടുക്കുന്നില്ല. ജീവിതത്തിൽ കുറച്ചുകൂടി ബോൾഡ് ആകേണ്ട സമയമാണിത്. എല്ലാവർക്കും യെസ് എന്ന് പറയുന്നതിനു പകരം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് സ്നേഹത്തോടെ തന്നെ നോ എന്ന് പറയാൻ പഠിക്കണം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി മറ്റൊരാളുടെ കയ്യടിയിലോ സർട്ടിഫിക്കറ്റിലോ അല്ല ഇരിക്കുന്നത്. നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ കാണും. അവർക്കായി മാത്രം നിങ്ങളുടെ എനർജി മാറ്റിവെക്കൂ. അവസാനമായി നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ആ പൂവ് തിരഞ്ഞെടുത്തവർ. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ നിഴൽ വശം എന്താണെന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും മികച്ച രീതിയിൽ പെർഫെക്റ്റായി തന്നെ ചെയ്യണമെന്ന് വാശിയുള്ള ഒരാളാണ്. ഈ സ്വഭാവം നല്ലതാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പെർഫെക്റ്റ് ആകണമെന്ന ചിന്ത കാരണം പലപ്പോഴും നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങാൻ വൈകുന്നു, അല്ലെങ്കിൽ തീർത്തും നീട്ടിവെക്കുന്നു. എല്ലാം റെഡിയാകട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരുപാട് നല്ല അവസരങ്ങൾ നിങ്ങൾ കളഞ്ഞുകുളിക്കുന്നുണ്ടാകും. സൈക്കോളജിയിൽ ഇതിനെ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയും. അതായത്, ഞാനിത് ചെയ്താൽ അത് ശരിയാകുമോ, ആളുകൾ എന്തു വിചാരിക്കും, ഒരു തെറ്റും പറ്റാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാകും. പരാജയപ്പെടുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ തെറ്റുകൾ വരുത്താതെ ആർക്കും ഒന്നും പഠിക്കാൻ കഴിയില്ലല്ലോ. ഓരോ തെറ്റും ഒരു പാഠമാണ്. ആ തെറ്റു പേടിച്ച് ഒരു കാര്യവും തുടങ്ങാതിരിക്കുന്നത് വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ്.
അതായത് 100% തികവോടെ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രധാനം ആ കാര്യം ചെയ്തു തീർക്കുക എന്നതാണ്. ആദ്യം ഒരു കാര്യം ചെയ്തു തുടങ്ങൂ, അതെത്ര ചെറുതാണെങ്കിലും. പതിയെ പതിയെ നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വരുത്താം, മെച്ചപ്പെടുത്താം. ആദ്യത്തെ ശ്രമം ഒരിക്കലും പെർഫെക്റ്റ് ആകണമെന്നില്ല. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുക. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. അപ്പോൾ ഈ 3 ഗ്രൂപ്പിലൂടെയും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിഴൽ വശങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉള്ളിലുണ്ടെന്നറിയുന്നത് ഒരു മോശം കാര്യമല്ല, മറിച്ച് നമ്മുടെ വളർച്ചയ്ക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ സ്വഭാവങ്ങളെ ഭയപ്പെടുന്നതിനു പകരം അതെ, ഇതെന്റെ ഉള്ളിലുണ്ട് എന്നൊന്ന് സമ്മതിച്ചു നോക്കൂ. ആ അംഗീകാരമാണ് മാറ്റത്തിന്റെ ആദ്യത്തെ വലിയ പടി. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും തിരുത്താനും തയ്യാറായാൽ പിന്നെ മറ്റാർക്കും നമ്മുടെ പുരോഗതി തടയാനാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്നും നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും കൊണ്ടുവരാൻ സഹായിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേത് കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ആ വിശകലനം നിങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട്? തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.